ഹലോ മക്കളെ, വെൽക്കം ടു ഇന്റർവെൽ മാത്സ് ക്ലാസ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കല്ലേ? എല്ലാവരും റെഡി അല്ലേ? നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വിചാരിക്കുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. റെഡിയാണേ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഫസ്റ്റ് പറയുന്നത്. അതായത് 7ാമത്തെയും 2ാമത്തെയും ചാപ്റ്ററാണ് വൃത്തങ്ങളും തൊടുവരകളും, സർക്കിൾസും ടാൻജൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 2023 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നമുക്ക് നോക്കാം. ചക്രീയ ചതുർഭുജം ABCDയിൽ AC BD എന്നീ വികരണങ്ങൾ പിയിൽ മുറിക്കുന്നു. അതായത് ACPD എന്ന് പറയുന്നത് ഇവിടെ ഈ പോയിന്റ്, അതാണ് എന്ത് പി എന്ന് പറയുന്നത്. PCയുടെ നീളം 12, PCയുടെ നീളം 2, അതുപോലെ തന്നെ PAയുടെ നീളം 12, PA 12, BC 2. പിന്നെന്താ പറഞ്ഞത്? BDയുടെ നീളം 11, BDയുടെ നീളം എത്ര പറഞ്ഞത്? 11. ഒന്നാമത്തത് PB = X കൊടുത്താൽ PB ഇതിന് X കൊടുത്താൽ PD X ഉൾപ്പെടുത്തക്ക വിധം പറയുക. അതായത് if PB equal to X then write PD in terms of X. Xന്റെ രൂപത്തിൽ പറയാം. അത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. BDയുടെ നീളം എന്ന് പറയുന്നത് എത്രയാ? 11 അല്ലേ? B മുതൽ D വരെയുള്ള നീളമാണ് 11. അതിൽ ഇത്രയും ഭാഗം X ആയാൽ PDയുടെ നീളം എങ്ങനെ പറയാൻ പറ്റും? 11 - X. മൊത്തത്തിൽ 11 അല്ലേ? മൊത്തത്തിൽ 11 ആകുമ്പോൾ ഇതിൽ X കുറച്ചാൽ ബാക്കി കിട്ടുന്ന ഈ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? PD എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് ക്വസ്റ്റ്യൻ ഈസി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB ആൻഡ് PD. PBയുടെയും PDയുടെയും നീളം കണ്ടുപിടിക്കുക. നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? PA 12 ആണ്, അതുപോലെ തന്നെ PC 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോവാം. നമുക്കറിയുന്ന കാര്യം, ഇവിടെ നമ്മൾ X കൊടുത്തിട്ടുണ്ട്, ഇവിടെ 11 - X കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിത്രം വന്നാൽ നമ്മളൊരു കാര്യം ആലോചിച്ചോണം. PA × PB = PC × PD എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. അത് കൃത്യമായിട്ട് ആലോചിക്കണം. എപ്പോഴും PA × PB ആണോ? അല്ല. അതെങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്ക്. ഇതാണ് ഇവിടെ PA ഈ ഭാഗം. അപ്പം നമുക്കറിയാം PA × ഇനി ഇവിടുന്ന് അങ്ങോട്ട് PB അല്ല, ഇവിടെ എന്താ? PC ആണ്. PC = പിന്നെന്താണ്? PB × അപ്പോൾ എഴുതിയത് എന്താണ്? PA × PC = പിന്നെന്താണ്? PB × PD. ഇങ്ങനെയാണ് ഇക്വേഷൻ മാറുന്നത്. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. പക്ഷെ ചിത്രം വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റി നമ്മൾ വരുത്തി കൊടുക്കണം. PAയുടെ നീളം നമുക്കറിയാം 12 × PCയുടെ നീളം നമുക്കറിയാം 2 = PBയുടെ നീളം നമുക്ക് എന്താ കൊടുത്തത്? X × PDയുടെ നീളമോ? PDയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 11 - X. നമുക്ക് ഗുണിക്കുമ്പോൾ എന്താ കിട്ടും? 24 = X വരുമ്പോൾ എന്താ? X × 11 11X - X². ഓക്കെ, ഇത് എന്ത് ചെയ്താൽ അറിയോ? ഈ X² ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനും ഇങ്ങോട്ട് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പറയും മൊത്തത്തിൽ ചിഹ്നം അങ്ങ് മാറ്റുക. മൊത്തത്തിൽ ചിഹ്നം അതിനേക്കാൾ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? ഇവിടെയുള്ള മൊത്തം നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഉള്ളത് X², മൈനസ് ഉള്ളത് പ്ലസ് ആവും. ഈ പ്ലസ് 11X ഇവിടെ മൈനസ് 11X എന്തുണ്ട്? ഇവിടെ പ്ലസ് 24 എന്തുണ്ട്? 0. ഓക്കെ അല്ലേ? ഇത് ഇങ്ങോട്ട് പോയി. ഇത് എങ്ങോട്ടാ പോയത്? സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോയി. ഓക്കെ, അതിൽ നമ്മൾ എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് A ഏതാണ്? B ഏതാണ്? C ഏതാണ്? പറഞ്ഞോളൂ, എഴുതിക്കോളൂ. ഏതാണ് എയും ബിയും സിയും? A എന്ന് പറഞ്ഞാൽ 1 കിട്ടി. B എന്ന് പറഞ്ഞാൽ -11 വരിക. C എന്ന് പറയുന്നത് 24. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ വരുന്നത് നോക്കി. ഇക്വേഷൻ നമുക്ക് അറിയാൻ പറ്റും. -B ± (b² - 4AC/2A). ഇതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. -B എന്ന് പറയുമ്പോൾ -11 ± (11)² -4 × 1 × C ന്റെ വില എത്രയാ?
24 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്തോ ഒരു മാറ്റം വന്നിട്ട് നമുക്ക് എന്തായാലും ഒന്നും എഴുതിയേക്കാം അല്ലേ. 4 ഇൻറ്റു 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 24. ഓക്കെ, ഇനി നമുക്കിതിനെ ബാക്കി ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഞാൻ ഇതിന് മുകളിൽ ഇവിടെ മാറ്റിയെടുത്ത് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗം ഇവിടെ എഴുതാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധിച്ചോണേ എല്ലാവരും. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി. മൈനസ് വരുമ്പോൾ ഈ ഭാഗം എന്തായിട്ട് മാറും? 11 മാറും അല്ലേ. പ്ലസ് 11 മാറി. ഇനി എന്താ ഇവിടെ 11 പ്ലസ് ഓർ മൈനസ്. ഇനി എന്തുണ്ട്? റൂട്ട് 121 മൈനസ് 4 ഇൻറ്റു ഇത് 24 കേട്ടോ. 4 ഇൻറ്റു 1 ഇൻറ്റു 24. 24 എത്ര കിട്ടും? 4 ഇൻറ്റു 24 എത്രയാ? 96. 96 ബൈ 2. ഓക്കെ ആണല്ലോ. 11 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 ബൈ 2 എന്ന് കിട്ടും. ഇത് നമുക്ക് ചെറുതാക്കി കൂടെ റൂട്ട് ഒഴിവാക്കുക. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എഴുതി നമ്മളൊന്നുകൂടി പാഞ്ഞു പോയി നമുക്ക് നോക്കുക. 11 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 ബൈ 2 അല്ലേ. ഇനി എന്ത് വരും? 11 പ്ലസ് ഓർ മൈനസ് 5 ബൈ 2. ഇതിനെന്താക്കി മാറ്റണേ? നമ്മൾ 2 ആക്കിയിട്ട് മാറ്റുക. എന്ത് കിട്ടും? 11 പ്ലസ് 5 ബൈ 2 വരും. 11 മൈനസ് 5 ബൈ 2 വരും. 2 ഭാഗങ്ങളായി. ഇനി എന്താ? 11 5 കൂട്ടിയ 16. 16 ബൈ 2 8 കിട്ടും. 11 5 പോയാൽ എത്രയാ? 6. 6ന്റെ പകുതി 3 കിട്ടും. ഒരു ഭാഗം 8ഉം ഒരു ഭാഗം 3. നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം നമുക്ക് 8 കൊടുത്താൽ ഇവിടെ 3 കിട്ടും. ഇവിടെ 3 കൊടുത്താൽ 8. 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? പി ബി എഴുതിക്കോ. പി ബി സമം 8. അങ്ങനെയാണെങ്കിൽ പി ഡി സമം 3. ഇത്രയേ ഉള്ളൂ ചോദ്യം. ഭയങ്കര എളുപ്പാ അല്ലേ. ഈസിയാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ് നോക്കിയേ. എന്താ അടുത്ത ചോദ്യം പറയുന്നത്? ഇൻ ദ ഫിഗർ എ സി ഇസ് ദ ഡയമീറ്റർ. എ സി ഡയമീറ്റർ ആണ്. സർക്കിൾ ഗിവൻ ദാറ്റ് എ സി 20. എ സിയുടെ നീളം തന്നിട്ടുണ്ട്. ഇവിടെ 12 കാണിച്ചത്. ഇവിടെ എത്രയാണ്? 20. ബി എ സി 60 ആണ്. ബി എ സി കോണളവ് എത്ര തന്നിട്ടുണ്ട്? 60 തന്നിട്ടുണ്ട്. എ സി ഡി ഇത് എത്ര തന്നിട്ടുണ്ട്? 45 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി? എ ഡി സി എന്ന് പറയുന്ന ഡയമീറ്റർ അല്ല, വ്യാസമല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ്? അർദ്ധവൃത്തത്തിലെ കോണാണ്. അർദ്ധവൃത്തത്തിലെ കോണിന്റെ അളവ് എത്ര കിട്ടും? 90 ഡിഗ്രി. പറയാനില്ലല്ലോ, ഈസി അല്ലേ. 90 ഡിഗ്രി. ചതുർഭുജത്തെ എ ബി സിയുടെ ചുറ്റളവ് കണക്കാക്കുക. ചുറ്റളവ് വേണം, അതായത് 4 സൈഡും കൂട്ടുക. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓരോ ചോദ്യവും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഇത് 12 അല്ല 20 നമുക്കറിയാം, തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുകയാണ്? ത്രികോണം എ ബി സി പരിഗണിച്ചാൽ ഇത് ഞാൻ 90 നേടി. ഇപ്പൊ എങ്ങനെ 90 കിട്ടി? എ സി എന്ന് പറഞ്ഞാൽ എന്താ? വ്യാസമാണ് അല്ലേ, പറഞ്ഞിട്ടല്ലേ ഡയമീറ്റർ ആണെന്ന്. ഓക്കെ, അങ്ങനെ വന്നാൽ ഇവിടെ എന്ത് കിട്ടും? ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് 30, 60, 90 വരുന്ന എന്താണ്? ട്രയാങ്കിൾ അല്ലേ? അതെ, 30, 60, 90 വരുന്ന. 90-നെതിരെയാണ് 20 തന്നിട്ടുള്ളത്. 90-നെതിരെയാണ് 20. അങ്ങനെയാണെങ്കിൽ 30-നെതിരെ എത്ര കിട്ടും? 10. ഇവിടെ 10 √3 നമുക്കറിയാൻ പറ്റും. റേഷ്യോ എത്രയാണ്? 1:√3:2. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 10:√3:2 കിട്ടി. അപ്പോൾ അതായത് ഇതിനെതിരെ നോക്കിയാൽ മതി, ഓരോ വശങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാൽ മതി. 60-നെതിരെ വരുന്നത് ഇതാണ്. 60-നെതിരെ 10√3. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 10√3. ഇവിടെ 90, ഇവിടെ 60, ഇവിടെ എല്ലാം 30 വരിക. ഇതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് എത്രയാണ്? 10. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ ഏത് കൺസിഡർ ചെയ്യാം? ട്രയാങ്കിൾ എ ഡി സി നോക്കാം. ഏതാണ്? എ ഡി സി. അതിന്റെ ആംഗിൾ ഏതൊക്കെയാ? 45 ഉണ്ട് ഇവിടെ. ഇത് 90 ഇത് 45, 90 ആകുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എത്ര കിട്ടും? 45. അതായത് ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45, 90 വരുന്നതാണ്. അതിന്റെ റേഷ്യോ എത്ര കിട്ടുക? 1:1:√2 അല്ലേ. 1:1:√2 ഇതാണല്ലോ വരുന്നത്. ഓക്കെ അല്ലേ? കിട്ടി. ഈ 45-നെതിരെ ഈ 90-ക്കെതിരെയാണ് എന്ത് കിട്ടിയത്? എത്ര കിട്ടിയത്? 20 കിട്ടിയത്. അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, 45-ൽ നിന്ന് 90-ലേക്ക് മാറുമ്പോൾ ഇൻറ്റു റൂട്ട് 2.
തിരിച്ചു വരുമ്പോൾ എന്താ √2, അതായത് 20/√2. ഇവിടെയും 20/√2. ഓക്കെ അല്ലേ? ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, അതിനൊന്നും ആവശ്യമില്ല, അവിടെ നടന്നോട്ടെ. അതായത് നമുക്ക് ഇവിടെ ഈ സൈഡ് കിട്ടുന്നതിനാണ് 20/√2 കിട്ടും, ഇവിടെയും 20/√2 എന്ന് കിട്ടും. ഇനി 4 സൈഡും കൂട്ടിയാൽ പോലെ 4 സൈഡ് വരുന്നത് നോക്കിയേ. ഒന്ന് എന്താണ് വരുന്നത്? ഏതാണ് വരുന്നത്? √2 അല്ല, ഏതാണ്? 20/√2. യെസ്, 20/√2 പ്ലസ് 20/√2 പ്ലസ് 10√3 പ്ലസ് 10, ഇതല്ലേ വരുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 40/√2. അല്ല, അടിയിൽ ചെയ്ത് ഒരുപോലെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? മോൾസ് തമ്മിൽ കൂട്ടിയാൽ മതി. പ്ലസ് 10√3 പ്ലസ് 10. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ചെറുതാക്കാൻ നോക്കാം, വേണ്ട ഇങ്ങനെ എഴുതി വെച്ചാൽ ആൻസർ കിട്ടും. മാർക്ക് കിട്ടുമെന്ന് സംശയം ഉണ്ടാവും. ഒരു വേടിയും പഠിക്കണം, 100% ഉറപ്പായാലും മാർക്ക് കിട്ടും. ധൈര്യമായിട്ട് എഴുതും. ഇത് എന്തായാലും മാർക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. കാരണം ഇതിന് ഇൻഡി ചെയ്ത് ബൈ ചെയ്തും ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്? ചാപ്റ്റർ 8 നടന്നു പോകുന്നത് എന്താണ്? ചാപ്റ്റർ 8 എന്ന് പറയുന്നത് സോളിഡ്സ് അല്ലേ? എന്താണ്? ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ഭാരതത്തിൽ നിന്നാണ് നമുക്കിനി ചോദ്യം ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ചെറിയ ചോദ്യമാണ് അല്ലേ? ചെറിയ ചോദ്യം കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ചെറിയ ചോദ്യം. 60 സെന്റിമീറ്റർ വ്യാസവും 60 സെന്റിമീറ്റർ ഉയരമുള്ള വൃത്തസ്തംഭാകൃതിയിലുള്ള 2 തടി കഷ്ണങ്ങൾ. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. അത് നമുക്ക് ആദ്യം ചിത്രം ഒന്ന് വരയ്ക്കാം അല്ലേ? എന്താണ് പറയുന്നത്? ഇതാ ഒരു വൃത്തസ്തംഭം. വൃത്തസ്തംഭം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിലിണ്ടർ ആണ്. 2 ഐറ്റം ഉണ്ട് ഇവിടെ, 2 ഐറ്റം. അതായത് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. എച്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 160 അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 60 തന്നെയാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ് വരുന്നത്? 60. ഇവിടെ 60 ആണ് വരിക. ഇവിടെയും എച്ച് എന്ന് പറയുന്നത് എത്ര തന്നെ കിട്ടുന്നത്? 60. ഇതിൻ്റെ എത്ര തന്നെയാണ്? 60 തന്നെയാണ് ഉയരം വരുന്നത്. വ്യാസം എത്ര തന്നെ? 60. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ബാക്കി നോക്കാം. എന്താ ചോദ്യം പറഞ്ഞത്? ഒന്നിൽ നിന്നും പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപിക, അതായത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണ്? എ ലാർജസ്റ്റ് കോൺ ഫ്രം 1. ഒന്നിൽ നിന്ന് ലാർജസ്റ്റ് കോൺ എടുക്കണം, അതായത് വൃത്തസ്തൂപിക എടുക്കണം. രണ്ടാമതിൽ നിന്ന് നമുക്ക് ഗോളം എടുക്കണം, അതായത് നമുക്ക് എന്താ എടുക്കേണ്ടത്? സ്ഫിയർ ആണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സ്ഫിയർ എടുക്കണം. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കുക. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്ര? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സിലിണ്ടർ? സിലിണ്ടറിന്റെ വോളിയം കാണണം അല്ലേ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം, സിലിണ്ടറിന്റെ വോളിയം. ഇക്വേഷൻ എളുപ്പമാണ്. ചില ആളുകൾക്ക് ചെറിയൊരു ഇതറിയാം, വൃത്തസ്തൂപികയുടെതൊക്കെ അറിയാം. നമുക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, എന്നാ നമുക്ക് എടുക്കാനുള്ളത് ഇതെന്താണ്? ഇത് രണ്ടും എന്താ? സിലിണ്ടർ അല്ലേ? ഗോളമാണ്. അപ്പം എന്ത് കിട്ടും? 1/3 πr²h. ഇത് കേട്ടോ നിങ്ങള്? ഇത് ഏതിൻ്റെതാ? ഏതിൻ്റെതാ? യെസ്, കോണിൻ്റെതാണ് അല്ലേ? വൃത്തസ്തൂപിയാണ്. ഇതിൽ 1/3 ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെതായി. ഏതിൻ്റെത്? വൃത്തസ്തംഭത്തിൻ്റെത്. ക്ലിയർ അല്ലേ? അതായത് ഇത് വേണ്ട, എന്താ ഉദ്ദേശിക്കുന്നത്? അത് വേണ്ട, നമുക്ക് ഒഴിവാക്കാം, അത് ഒഴിവാക്കാം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് മാത്രമേ ഉള്ളൂ? πr²h. അതായത് ഇവിടെ അത് 60 പറഞ്ഞു, ഇതും 60 പറഞ്ഞിട്ടുണ്ട്. എച്ച് എന്ത് കിട്ടും? π × 30² × 60. ഇവിടെ 30 കിട്ടിയത്. ഇതിന്റെ ഡയമീറ്റർ ആണ് 60. അപ്പൊ അതിന്റെ റേഡിയസ് എന്താ? 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? π × 900 × 60. അപ്പൊ എന്ത് കിട്ടും? 9 4 60. ബാക്കി 3 0 എഴുതിയാൽ മതി. 9ഉം 4ഉം 54 വരും. ബാക്കി എന്ത് കിട്ടി? 54,000 π എന്ന് കിട്ടും. ഏതിന്റെ ആൻസർ ആണിത്? ഒന്നാമത്തെ ആൻസർ ആണ്. ഓക്കെ, എന്താണ് ഇതിന്റെ വോളിയം എത്ര? ഇതും 60 അല്ലേ? ഇവിടെ 60 ആണ്, ഇതും എന്ത് തന്നെയാണ്? 60 തന്നെയാണ് വരുന്നത്. രണ്ടിന്റെയും വോളിയം കിട്ടി. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുക. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുക. വൃത്തസ്തൂപിക അതായത് വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദി കോൺ? കോണിന്റെ വോളിയം. അത് നമുക്ക് ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിയേ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഏതിൻ്റെതാ? ഇത് ഏതിൻ്റെതാ? സിലിണ്ടർ. അതിന്റെ 1/3 എടുത്താൽ പോരെ? ഇപ്പൊ ബി ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 54,000 ആണ്. ഇതിന്റെ 3 എടുത്താൽ മതി. ഇതിൽ 3 1 എത്ര കിട്ടും?
18. ഇതിന്റെ എന്തുണ്ട്, പൈയും കൂടി ഉണ്ട് അവിടെ. 18,000 പൈ കിട്ടും. ഏതിൻ്റെത്? ഇതിൽ നിന്നും എടുക്കാൻ പറ്റുന്ന മാക്സിമം വലുപ്പമുള്ള ഏത് കോണ്. ഓക്കെ, റേഡിയസ് മാറ്റമില്ല, ഹൈറ്റും മാറ്റമില്ല. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. എളുപ്പമല്ലേ? സിമ്പിൾ പരിപാടി അല്ലേ? ഇനി നമുക്ക് നോക്കാം എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഗോളത്തിന്റെ വ്യാപ്തം കാണുക. വാട്ട് ഈസ് ദ വോളിയം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ. സ്ഫിയറിന്റെ വ്യാപ്തം, ഇവരുടെ റേഡിയസ് ഉദ്ദേശിച്ചത് എന്താണ്? വോളിയമാണ് കേട്ടോ. ഇവിടുന്ന് വേണ്ടത് നമുക്ക് റേഡിയസ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ. ഗോളത്തിന്റെ ആരം മാറ്റമുണ്ടോ? ഗോളത്തിന്റെ ആരവും ഇതിന്റെ ആരവും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് വരുന്നത്. അതിൽ മാക്സിമം വലിപ്പമുള്ളതല്ല നമ്മൾ എടുക്കുന്നത്. മാക്സിമം വലിപ്പമുള്ളതെന്ന് പറയുമ്പോൾ 30 വരുന്നത്. ഓക്കെ അല്ലേ? കിട്ടി. ഇനി വരുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം കാണുക. അതായത് ഗോളത്തിന്റെ വോളിയം, അതായത് വ്യാപ്തം കാണുക. ഗോളത്തിന്റെ വ്യാപ്തം എങ്ങനെ കാണുക? ഗോളം എന്ന് പറഞ്ഞാൽ വട്ടമല്ലേ? വട്ടത്തിന് വരുന്നത് എങ്ങനെ വരുന്നത്? പൈ ആർ ക്യൂബ്. ഇതാണോ? അല്ല, തെറ്റാണ്. ഇങ്ങനെ മാത്രം വിചാരിക്കരുത്. പക്ഷേ ഏതാണ്? ഗോളത്തിന്റെ വരുന്ന വ്യാപ്തം വരുമ്പോ 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. നോക്കാം. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആരം എന്ന് പറയുന്നത് എത്രയാ? ഇതിന്റെ 60 അല്ലേ? ഇതിൽ വരുമ്പോ 30 തന്നെ. 30ന്റെ ക്യൂബ്. ഓക്കെ, അതായത് ഇങ്ങനെ വരും. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 30 ഇൻറ്റു 30 ഇൻറ്റു 30. ഇതിങ്ങനെ എഴുതാൻ കാരണം എന്താ പറയുക? ഇത് വെട്ടാൻ വേണ്ടിയിട്ടാ. ഇത് വെട്ടുമ്പോൾ ഇവിടെ 10 കിട്ടും. കിട്ടൂലേ? 30 30ന്റെ സ്ക്വയർ 900 അല്ലേ? 900 ഇൻറ്റു 10 എന്ത് കിട്ടും? 9000 ഇൻറ്റു 4 പൈ. ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 36,000 പൈ എന്ന് കിട്ടും. ഓക്കെ, 36,000 പൈ എന്നാണ് നമുക്ക് വരുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, 36,000 പൈ എന്ന് കിട്ടും. അതിൻ്റെ സെന്റിമീറ്റർ ക്യൂബ് കൂടി എഴുതണം കേട്ടോ. വോളിയാണ് സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? ഇവിടെയൊക്കെ എന്ത് കാണിക്കണം നമ്മൾ? ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് വോളിയാകുമ്പോൾ കേട്ടോ. ഓക്കെ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ ആയി. ഇനി എന്താ ഫോർത്ത് ക്വസ്റ്റ്യൻ? ഇനി ഉണ്ടോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായില്? അത് തേർഡ് ക്വസ്റ്റ്യൻ തീർന്നു. തേർഡ് കഴിഞ്ഞ് ഫോർത്ത് ഫിഫ്ത്ത്. വൃത്തസ്തൂപിയുടെയും ഗോളത്തിന്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം, രണ്ടിന്റെയും വോളിയംസ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കിയാലോ? ഇത് ഏതിൻ്റെതാ? ഇത് കോൺ, അതായത് വൃത്തസ്തൂപി. ഇതോ സ്ഫിയർ, ഗോളം. അംശബന്ധം നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോളത്തിന്റെ അല്ലേ? ഗോളത്തിന്റെ അംശബന്ധം ഈസ്റ്റു ഏതിന്റെ അംശം എന്താണ്? ഗോളത്തിന്റെ അംശബന്ധം ഈസ്റ്റു ഏതിന്റെ അംശം നമ്മൾ ചെയ്യാൻ പോണത്? വൃത്തസ്തൂപിക. സ്തൂപിക എന്ന് എഴുതാണ് ഞാൻ കേട്ടോ. സ്തൂപിക. ഓക്കെ, അതായത് അംശബന്ധം വരുമ്പോ 18,000 ഈസ്റ്റു 36,000 എന്ത് കിട്ടും? 1:2. എന്താ കിട്ടുന്നത്? 1:2. ഓക്കെ അല്ലേ? ഇനി 9ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ഈസി ചാപ്റ്റർ നമ്മൾ ഒരിടത്തും ഡിസ്കസ് ചെയ്താണ് എന്നാൽ പോലും ചെയ്യണം. 9ഉം 6ഉം നമ്മൾ ഒരിടത്തും ഡിസ്കസ് ചെയ്താണ് എന്നാൽ പോലും ഒരിടത്തുകൂടി ചെയ്യണം. ചിത്രത്തിൽ സാമാന്ത്രികം ABCയുടെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ നൽകിയിരിക്കുന്നു. സിയുടെ സൂചക സംഖ്യ എഴുതുക. സി അല്ല, ഇവിടെ ചോദ്യം ആരെഴുതുന്നത്? ഡിയുടെ സൂചക സംഖ്യ എഴുതുക. കാരണം ഡിയുടെ സൂചക സംഖ്യ. സി ഓൾറെഡി തന്നിട്ടില്ലേ? ഇനി മാറ്റണോ? ഇല്ല, സിമ്പിളായിട്ട് പരിപാടി. അപ്പം എന്ത് ചെയ്താൽ അത് ഇങ്ങനെ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്താൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തമ്മിൽ കൂട്ടുക. ഓപ്പോസിറ്റ് ആയിട്ട് കൂടുക. 10ഉം 7 17. അതിൽ നിന്ന് എന്ത് ചെയ്യുക? 12 കൊടുക്കുക. 17 12 കുറച്ചാൽ 5 കഴിഞ്ഞില്ലേ? ഈ വൈൻ്റെ ഇടണമെങ്കിലോ 5ഉം 11ഉം കൂട്ടുക. 5 11 എത്രയാ? 16. അതിൽ നിന്ന് 7 കുറയ്ക്ക് എത്ര കിട്ടി? 9. ഡിയുടെ കൂടി ഡിയുടെ സൂചക സംഖ്യ കിട്ടി. ഈസി അല്ലേ? എന്താ ചെയ്തതെന്ന് നോക്കുക നമ്മൾ. ഇനി എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ ഡയഗണൽ AC, അതായത് AC-യുടെ വികരണത്തിന്റെ നീളം കാണുക. AC ഇതിന്റെ എന്താ? ഈ വികരണത്തിന്റെ നീളം. അകലം കണ്ടാ പോലെ. എന്താ അകലം കാണാൻ? 4 മാർക്കിന്റെ ചോദ്യം കേട്ടോ. അകലം കാണാന്ന് പറഞ്ഞാൽ എന്താ? ഈസി അല്ലേ? നമുക്ക് ഇതിന്റെ അകലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ചെയ്യൂലേ? എന്താ അകലം കണ്ടുപിടിക്കാമല്ലോ? നമുക്ക് നോക്കാം. ഇവിടെ എത്ര കിട്ടിയാൽ നമുക്കറിയാമല്ലോ. 5 എന്താണ് 9. AC എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന ഇക്വേഷൻ എന്താ? x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. ഇതിന്റെ എന്ത് കൊടുക്കണം നമ്മള്? സ്ക്വയർ റൂട്ടാണ് ഡിസ്റ്റൻസ് കാണാൻ. അതാണ് നമുക്ക് എന്ത് പറയുന്നത്? AC-യുടെ നീളം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. AC-യുടെ നീളം എന്ത് കിട്ടും? 10ൽ നിന്ന് 7 കുറച്ച് അതിന്റെ സ്ക്വയർ എടുക്കുക. അതുപോലെ തന്നെ
അതിൻ്റെ കൂടെ 11-ൽ നിന്ന് 5 കുറച്ചത് അതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക, കൂട്ടുക. ഓക്കെ അല്ലേ? 17 കുറക്കുമ്പോൾ 4 സ്ക്വയർ പ്ലസ് 11 നിന്ന് 5 പോയാൽ 6 സ്ക്വയർ. എത്ര കിട്ടും? 16 പ്ലസ് 36, അതായത് √52 അല്ല √52. ഈസി അല്ലേ? ഇനി നമുക്ക് ഇതിൽ ഫാക്ടറൈസ് ചെയ്യാം കേട്ടോ. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് കൊടുത്തിട്ട് ചെയ്യുക. എത്ര കിട്ടും? 26. വീണ്ടും വരുമ്പോൾ 13 അവിടെ നിൽക്കും. അതായത് 2√13 എന്ന് കിട്ടും. ഫാക്ടറൈസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, അവിടെ എഴുതി നിർത്തിയാൽ മതി. ഓക്കെ അല്ലേ? ഇത് കിട്ടി. ഇനി എന്താ അതിന്റെ ബാക്കി ചോദ്യം ഉണ്ടോ? ഉണ്ട് ചോദ്യത്തില് ഉണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഇന്റർസെക്ടിങ് ദ ഡയഗണൽസ്. ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുക, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സംഗതി എളുപ്പമാണ്. എന്താണ്? ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. മിഡ് പോയിന്റ് കാണാൻ നമുക്കറിയാലോ. എന്താ മിഡ് പോയിന്റ് കാണാന്? 10ഉം 7ഉം കൂട്ടുക, 17 പകുതി എടുക്കുക, കോമ 5ഉം 11ഉം കൂട്ടുക, 16, 16ന്റെ പകുതി 8, അപ്പൊ 17/2 18/2 ആയിരിക്കുന്നത് മിഡ് പോയിന്റ്. ഈസി അല്ലേ? യെസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? ഓക്കെ, നമ്മൾ ചെയ്തതാണ് അല്ലേ. അടുത്ത ചോദ്യം എന്താ? വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. ഇത് തരണം ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ആയിട്ട് വിടുകയാണ്. ഇത് ഈസി. നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഏതായാലും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഒന്ന് ചെയ്യാം കേട്ടോ. 10ാമത്തെ ചാപ്റ്റർ. ഇതിന് വിടാനുള്ള കാരണം എന്താ എനിക്കറിയില്ല, നമ്മൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ടാണ്. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഒന്ന് അതിൽ ഉത്തരം ഒന്ന് എഴുതി അയക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. x² - 4x. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് വേണം. നമുക്ക് ഏതു ചെയ്യാന്നുള്ളതല്ല, ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇവിടുന്ന് മാറിയതാണ്. അപ്പൊ നമുക്ക് തലക്കാലം എന്ത് ചെയ്യാം, മൈനസ് കൊടുക്കുക. ഇവിടെ എന്ത് കൊടുക്കാണ്? മൈനസ് ആക്കാണ് കേട്ടോ. പ്ലസ് അല്ല, മൈനസ് ആക്കാണ്. അതായത് ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും? x² - 4x - 4. പ്ലസ് എല്ലാവർക്കും ചെയ്യാറ്, അതുകൊണ്ട് മൈനസ് എടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും മൈനസ് എടുത്ത് ചെയ്യും. P(1) കാണും. P(1) എല്ലാവർക്കും അറിയാം. എന്താ P(1) എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1 കൊടുത്താൽ പോരെ. അതായത് 1² - 4x - 4 എന്ന് കിട്ടും. എന്ത് കിട്ടി? ഒന്നുകൂടി എഴുതണം. 1² - 4 × 1 - 4, അതായത് 1 - 4 - 4. നോക്കി, 1 - 4, 1ൽ നിന്ന് 4 കുറച്ച് എത്ര? -3. അതിൽ നിന്ന് വീണ്ടും 4 പോകുമ്പോൾ -7. ഓക്കെ അല്ലേ? P(1) എത്ര കിട്ടി? -7 കിട്ടി. ഓക്കെ അല്ലേ? യെസ്, സിമ്പിൾ പരിപാടി അല്ലേ? ഇങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ P(2) ചോദിച്ചൊക്കെ കിട്ടൂലേ? P(-1) ചോദിച്ചാൽ കിട്ടൂലേ? അത് രണ്ടിൻ്റെ ഉത്തരം കൂടെ നിങ്ങൾ എഴുതണേ. ഓക്കെ, നമുക്ക് അടുത്ത് ഇത് നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. റൈറ്റ് ദ ഫസ്റ്റ് ഡിഗ്രി, സോറി അതിന് മുമ്പല്ലോ നമ്മൾ ചെയ്തു. റൈറ്റ് ദ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ അല്ലേ? ഫസ്റ്റ് P(x - P(1)ന്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറുകൾ കണ്ടുപിടിക്കും. ഏതൊക്കെയാണ് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ വരുന്നത് എന്നുള്ള, അത് പ്രൊഡക്റ്റ് ഓഫ് 2 കണ്ടുപിടിക്കുന്ന ഈ 2 ചോദ്യം നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാം. ബിയും സിയും, അതായത് ഒന്നാകൃതി ഘടകം എഴുതുക, അതുപോലെ തന്നെ 2 ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണം രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. എന്താ പറഞ്ഞത്? x² - 4x - 4 ആണ്. ഇത് എന്ത്? P(x) എന്ന് പറയുന്നത്. P(1) നമുക്ക് കിട്ടി. P(1) എന്താ? P(1) നമുക്ക് കിട്ടിയത് -7 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്ത് ഇതിന് കുറച്ചാൽ മതി. അപ്പോൾ P(1) എന്ന് പറയുന്നത് -7 ആണ്. ഇത് കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? P(x - P(1) എന്താന്ന് നോക്കാം നമുക്ക്. അതായത് x² - 4x -4ൽ നിന്നും എന്ത് ചെയ്യാം? -7 കുറയ്ക്കുക. സംഗതി എളുപ്പമായില്ലേ? നോക്കിയേ, x² - 4x -4 + 7, അതായത് എന്ത് മാറും? x² - 4x +3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി അല്ലേ? യെസ്. ഇതായിട്ട് ഇനി ഇതിന്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ അത് നമുക്ക് ആലോചിച്ചാൽ മതി. എന്ത്? ഗുണിക്കുമ്പോൾ 3 കിട്ടണം, കൂട്ടുമ്പോൾ -4 കിട്ടണം. അപ്പൊ ഗുണിക്കുമ്പോൾ 3 കിട്ടുന്ന ഉത്തരങ്ങൾ ഏതൊക്കെയാ? 1 × 3 മാത്രമല്ലേ 3 ഗുണിക്കുമ്പോൾ എത്ര കിട്ടുള്ളൂ. ഇനി കൂട്ടുമ്പോൾ -4 ആവണമെങ്കിൽ -1ഉം -3 ആവണം. അപ്പോൾ ഏതൊക്കെ ഫാക്ടർ നമുക്ക് കൊടുക്കാം? x - 1 ഒരു ഫാക്ടറാണ്, കൊടുത്തൂടെ? അതുപോലെ തന്നെ x - 2ഉം, 2അല്ല x - 3ഉം ഒരു ഫാക്ടറാണ്, കൊടുത്തൂടെ? ഓക്കെ അല്ലേ? ഇതേ ഉത്തരം തന്നെയാണ് അടുത്ത ചോദ്യത്തിൽ വരുന്നത്. നോക്കിക്കോട്ടെ, അടുത്ത ചോദ്യം എന്താ പറഞ്ഞത്? റൈറ്റ് ദ പോളിനോമിയൽ P(x - P(1) as the product of 2 first degree polynomial.
പി ഓഫ് എക്സ് മൈനസ് വി ഓഫ് എൻ എന്ന് പറയുന്നത് ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. ഇതാ ഓക്കെ, ഇതല്ലേ ഇത് ഒന്നാംകൃതി, ഇതല്ലേ ഗുണിച്ചു കഴിഞ്ഞ ഞാൻ പറഞ്ഞത് രണ്ട് ഏകദേശം ഒരേ ചോദ്യത്തിൽ കണക്ട് ചെയ്ത് നമുക്ക് എഴുതിക്കൂടെ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത ചോദ്യം നോക്കിയേ. പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9 ആയാൽ പി ഓഫ് 2 പി ഓഫ് 3 എന്നിവ കണക്കാക്കുക. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x ഫൈൻഡ് പി ഓഫ് 2 ആൻഡ് പി ഓഫ് 3. സിമ്പിൾ പരിപാടിയാണ്. എന്താണ് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9 പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2 വാല്യൂ എടുത്താൽ എക്സിന് വാല്യൂ എടുത്താൽ പോരെ? എക്സിന് വാല്യൂ എടുത്താൽ പോലെ സിമ്പിൾ അല്ലേ? 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 9 ഇപ്പം എന്ത് കിട്ടും? 4 മൈനസ് 10 പ്ലസ് 9. ഈസി അല്ലേ? ഈസി. അപ്പം എത്ര കിട്ടും? ഇങ്ങനെ വരുമ്പോൾ കുറേ ആളുകൾ കൺഫ്യൂഷൻ ആണ്. എന്ത് ചെയ്താൽ മതി അറിയാം? സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുറയ്ക്കുക. അല്ലെങ്കിൽ ഇവിടെ 4ഉം പ്ലസ് ആണ് 9ഉം പ്ലസ് അല്ല തമ്മിൽ കൂട്ടുക. 4ഉം 9ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 13 കിട്ടും. ഇവിടെ ആരുണ്ട്? മൈനസ് 10. എത്ര കിട്ടി? 3. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 3t. പരിപാടി കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് പി ഓഫ് 3 കാണുക. പി ഓഫ് 3 എന്താ കാണാനുള്ളത്? സിമ്പിൾ. നമ്മൾ ചൂടുത്തൊക്കെ എന്ത് കൊടുക്കുക? 3 എടുക്കുക. യെസ്. 3 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 3 പ്ലസ് 9. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. മൈനസ് 15 പ്ലസ് 9 ആണ്. 9ഉം 9ഉം കൂട്ടുമ്പോൾ 18. 18 കിട്ടി. 18 മൈനസ് 15 എത്ര കിട്ടി? 18 മൈനസ് 3. ഇതിൻ്റെ ഉത്തരം നമുക്ക് എത്ര തന്നെ കിട്ടിയത്? 3. 2 ഉത്തരമായില്ലേ? പരിപാടി കഴിഞ്ഞോ? നോക്കാം. എന്താണ് അടുത്ത ചോദ്യം പറഞ്ഞത്? അടുത്ത ചോദ്യം എന്താ പറഞ്ഞത്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാമതോ, അതിപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരത്തിന് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പി ഓഫ് 2ന് 3 നോക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പി ഓഫ് 2ന് ഇത്ര 3 കിട്ടിയില്ലേ? അതായത് നമുക്ക് നോക്കാനുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9ൽ നിന്ന് പി ഓഫ് 2 പറഞ്ഞാൽ എത്രയാ? 3 കുറയ്ക്കുക. 3 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിയേ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ആവും. ഇത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വലിയ വലുത് കിട്ടണോ? വേണ്ടേ. 6 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 ഇൻറ്റു 6 6 ആണ്. പക്ഷെ 1ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 5 കിട്ടുമോ? കിട്ടൂല. പക്ഷെ കൂട്ടിയ 5ഉം കിട്ടണം. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 2 കൂടി കൂട്ടിയാൽ -5 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? -2 -3 കൊടുത്താൽ പോലെ ഉത്തരമായി. എന്ത് കിട്ടും? എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 3യും രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. സിമ്പിൾ പരിപാടിയല്ലേ? ഈസി അല്ലേ? കിട്ടൂലേ? പരീക്ഷയ്ക്ക് കിട്ടണ ടോപ്പിക് ഉഷാറായിട്ട് എഴുതല്ലേ? എഴുതണം. യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ചാപ്റ്റർ 11, ലാസ്റ്റ് ചാപ്റ്റർ. ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാം. ഭയങ്കര ഈസി ചാപ്റ്റർ അല്ലേ? യെസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത്. If the workers are arranged on the basis of their daily wages, what is the position of does the median wage fall? Median wage. ഒരു തൊഴിലാളിശാലയിലെ 99 തൊഴിലാളികളുടെ ദിവസ വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ദിവസ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്കാരെ ക്രമീകരിച്ചാൽ എത്രാമത്തെ ജോലിക്കാരന്റെ വരുമാനമാണ് മധ്യമ വരുമാനമായിട്ട് എടുക്കുക? മധ്യമ വരുമാനം അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? എന്താ? n+1/2th ഐറ്റം ഇത്രാമത്തെ ഐറ്റം. ഇവിടെ 99 എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് മൊത്തം കൂട്ടി നോക്കിയാൽ മതി. ഇത് മൊത്തം കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും? 99 കിട്ടും. അപ്പോൾ നമുക്ക് 99 + 1/2, അതായത് 15th ഐറ്റം, 50ാമത്തെ ഐറ്റം. 50ാമത്തെ ഐറ്റം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിൽ 50ാമത്തെ ഐറ്റം എവിടെ വരുന്നതെന്ന് അറിയാം. അപ്പം 50ാമത്തെ ഐറ്റം എവിടെ വരിക നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഐറ്റം കിട്ടി. എത്രാമത്തെ ജോലിക്കാരനാണ്? 50ാമത്തെ ജോലിക്കാരനാണ് മധ്യമ വരുമാനമായിട്ട് മീഡിയനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഈ കോളത്തിന് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും കോളം മാറ്റിയിട്ട് വരയ്ക്കാം. അതായത് ഡെയിലി ഇൻകം, ഇവിടെ ഹെഡിങ് തന്നെ കൊടുക്കുക, ഡെയിലി ഇൻകം, അല്ലെങ്കിൽ നമുക്ക് വരുമാനം എന്നൊക്കെ കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഡെയിലി വരുമാനം എന്നായില്ലേ? ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് എണ്ണം എത്രയാണ്? എണ്ണം എന്നുള്ളതിന് പകരമായിട്ട് നമ്മളിവിടെ എന്ത് കൊടുക്കുക അറിയോ? ഇവിടെ നമ്മൾ കൊടുക്കുക ആവർത്തനം പഠിക്കാന്നല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഏറ്റവും എളുപ്പത്തിൽ CF എന്ന് കൊടുക്കുക. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 600-ന് താഴെ, അല്ലെങ്കിൽ 600-ന് താഴെ. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബിലോ 600 ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ബിലോ 600. അടുത്തത് ബിലോ 700.
അടുത്തത് എന്താണ് 800 താഴെ. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും കാണണ്ടാവില്ല, അതുകൊണ്ടാണ് മിക്സ് ചെയ്തത്. എല്ലാവരും നമ്മളെ ആൾക്കാരാണേ. ഓക്കെ ഓക്കെ അല്ലേ? യെസ്, ബിലോ 900. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആരും പരീക്ഷയ്ക്ക് എഴുതരുതേ. ഇവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, പിന്നെ എന്ത് കിട്ടും? ഇനി അടുത്തത് ബിലോ 1000 ഉണ്ട്. പിന്നെ വീണ്ടും ഒന്നുകൂടി ഉണ്ടെന്ത് 1100 താഴെ ആണെങ്കിൽ ബിലോ എന്ത് കിട്ടും? 1100 അങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ അതുപോലെ തന്നെ എഴുതുക. രണ്ടാമത്തത് 8ഉം 13ഉം കൂട്ടുക, എത്ര കിട്ടി? 21. ഇനി 21ക്ക് 20 കൂട്ടുമ്പോൾ 41. 41ക്ക് 25 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 66 അല്ലേ? 66. 66ക്ക് 19 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 85. 85ക്ക് 14 കൂട്ടുമ്പോഴോ 99 ഉണ്ടാവും. കുറച്ചിട്ടില്ലേ? ഇനി നമ്മളുടെ 50-ാമത്തതല്ലേ? 50-ാമത്തെ എവിടെ വരിക? 50 എവിടെ വരും? ഓക്കെ, 41 വരെ എവിടെയാണ്? 66 വരെ എവിടെയാണ്? അപ്പം എന്ത് കിട്ടും? എന്താ കിട്ടുക? ബിലോ 900 അതായത് മധ്യമ ഇതായിട്ട് വരുന്നത് 800 to 900 വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? മധ്യമ വരുമാനമായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? മധ്യമ വരുമാനമായിട്ട് ഒരു ക്ലാസ്, മധ്യമ ക്ലാസ് ആയിട്ട് വരുന്നത്. ആ ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചില്ല നിങ്ങള്? രണ്ടാമത്തെ ചോദ്യം എന്താ? മധ്യമ വിഭാഗം ഏത്? വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്തത്. 50ാമത് മീഡിയൻ ക്ലാസ് കിട്ടി. ഫൈൻഡ് ദ മീഡിയൻ വേജ്, മധ്യമ വരുമാനം. അതായത് 50ാമത്തെ ആളുടെ വരുമാനം എന്തെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കാണണം. നമുക്ക് എന്ത് ചെയ്താൽ നോക്കല്ലോ, നമുക്ക് എങ്ങനെ മധ്യമ വരുമാനം കാണാം? ഈ മധ്യമ വരുമാനം കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ? നമുക്ക് ഡി കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഡി. അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതാ ഇതും എടുക്കുക. ഇത് രണ്ടും എടുത്താൽ മതി. മതി ഇതിന്ന് ഇത് കുറയ്ക്കുക. അതായത് 900 മൈനസ് 800 അല്ലേ? നമ്മൾ ഡി കണ്ടുപിടിക്കുക ഇക്വേഷൻ പഠിച്ചില്ലേനോ? ടേം ഡിഫറൻസ് ബൈ പെർസെന്റ് ഡിഫറൻസ്, പദവ്യത്യാസമായി സ്ഥാന വ്യത്യാസം വെച്ചിട്ട്. യെസ്, അത് തന്നെ. ഇവിടെ 66 41 കുറയ്ക്കുക. ഡി 100/25, അതായത് 4. ഡി എത്ര? ഡി 4. ഓക്കെ, ഇവിടെ ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. 41ാമത്തത് 800 അല്ലേ? അപ്പോൾ 42ാമത്തെ 42nd പേഴ്സൺ, 42ാമത്തെ ആളുടേത് കാണാൻ എന്ത് ചെയ്യണമെന്ന് പറയാം? 42ാമത്തെ ആളുടെ കാണാൻ ഈ 800 കൂടെ 42ാമത്തെ 42nd 42ാമത്തെ ആൾ 800 കൂടെ D/2 ആഡ് ചെയ്യുക. ഡി അല്ല കൂട്ടുന്നത്, എന്താണ്? D/2. ഇവിടെ 41 ആയതുകൊണ്ട് 42 എന്ത് ആഡ് ചെയ്യുക? D/2. അതായത് 800 കൂടെ D/2, അതായത് 800 + 2, 4 2 അല്ലേ? 802 കിട്ടും. 42ാമത്തെ ആളുടെ വരുമാനം എത്രയാ? 802. 42ാമത്തത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരതാണ്? 50ാമത്തെ അല്ലേ? അപ്പൊ 50ാമത്തെ ആളുടെ 15th പേഴ്സൺ, 50ാമത്തെ ആളുടെ നോക്കിയാൽ നമുക്ക് 50ാമത്തെ ആളുടെ ആണെങ്കിൽ 42ാമത്തെ ആളിൽ നിന്ന് 42nd + 8D അല്ലേ? 50 കിട്ടുക. 42ാമത്തെ എത്രയാണ്? 802. അതിൻ്റെ കൂടെ 8D, 8 × 4 എത്ര കിട്ടും? 802ന്റെ കൂടെ 32 കൂടെ 834. ഇതാണെന്ന് പറയുന്നത് മധ്യമ വരുമാനം, മീഡിയൻ വേജ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതേപോലത്തെ ചോദ്യം തന്നെയാണ് കേട്ടോ. ഒരു വീട്ടിലെ വൈദ്യുതി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്നു. ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയാൽ എത്രാമത്തെ വീടിന്റെ ഉപഭോഗമാണ് മധ്യമ വരുമാനമായി കാണുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാനുള്ളത് തന്നെയല്ലേ? യെസ്, the table show the household and area stored according to consumption of electricity. The household arranged according to the consumption of electricity. Which house taken as median wage? Median wage ഏതാ വരിക? നേരത്തെ ചെയ്ത ഈ സ്റ്റെപ്പ്. പിന്നെ എന്തെങ്കിലും 20th ഹൗസ് ഹോൾഡിന്റെ എത്രയാണ് മീഡിയൻ വേജ് കണ്ടുപിടിക്കും? ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത്. നമുക്ക് ആദ്യം ഇതിന്റെ ആൻസറിലേക്ക് കിടക്കും. എന്താണ് പറയുന്നത് നോക്കുക. ഇതിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ 2 കോളം വൃത്തിയായിട്ട് നമ്മൾ വരയ്ക്കുക. ഇതെന്ത് ചെയ്യുക? ഈ ഒരു പേര് ഈ ഒരു പേര് നമ്മൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഏത് പേര് കൊടുക്കുന്നത്? കൺസംഷൻ. നമ്മുടെ ഇതാണ് കൺസംഷൻ. ഓക്കെ, അതായത് നമ്മൾ ഉപഭോഗം എന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്പർ, അതിന് പകരം നമ്മൾ എന്തെടുക്കും? CF. നമ്പറല്ല, നമ്മൾ എന്താ കൊടുക്കുക?
CF. അതായത് നമ്മൾ പറയാൻ പറ്റും ബിലോ 120, 120 താഴെ ഇതല്ലത് അതുപോലെ തന്നെ കൊടുക്കുകയാണ്. 140 താഴെ, 160 താഴെ, 180 താഴെ, 200 താഴെ, കള്ളി ഒന്നുകൂടി വലുതാക്കുക, 220 താഴെ, ദെൻ 240 താഴെ. ഇങ്ങനെ കള്ളി എന്ത് ചെയ്താണ് മാറ്റി. ഓക്കെ, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. എങ്ങനെ കാണുക? 4 കിട്ടി, അതിൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 12 കിട്ടി, അതിൻ്റെ കൂടെ കിട്ടുമ്പോൾ 19, പിന്നെ എത്ര കിട്ടി? അത് 29. ദെൻ അതിക്ക് 6 കൂട്ടുമ്പോൾ 35, പിന്നെ 4 കൂട്ടുമ്പോൾ 39, പിന്നെ 6 കൂട്ടുമ്പോൾ 45. ഇതിന് മധ്യമ വരുമാനം ഇതിലാണ് വരുന്നത് വേണ്ടേ? മധ്യമ വരുമാനം 45. എങ്ങനെ വേണോ? n+1/2 ക്ലാസ് ഐറ്റം, അതായത് 45ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 45 ആട്ടത് 1 കൂട്ടി 2 46/2. എത്ര കിട്ടി നമുക്ക്? 23. 23ാമത്തതാണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ ക്ലാസ് 23. ഓക്കെ, 23ാമത്തെ ക്ലാസ്സിനാണ് മീഡിയൻ ക്ലാസ്. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ അല്ലേ? ഹൗസ് ഹോൾഡ് ഏതിൻ്റെ ആണ് മീഡിയൻ ആയിട്ട് എടുക്കുക? അപ്പൊ 23ാമത്തതാണ് മീഡിയൻ ആയിട്ട് എടുക്കുക. ഇനി 20ാമത്തെ ഹൗസ് ഹോൾഡിന്റെ ഇതെത്രയാണെന്ന് ചോദിച്ചു. 20ന്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും നോക്കിയാ ഇതെന്താ 19ന്റെ തൊട്ടടുത്തല്ലേ 20. അപ്പൊ നമുക്ക് 23 വരുന്നത് എവിടെയാ? 23 വരുന്നത് എവിടെയാ? ഇതിലല്ലേ 180 ബിലോ അല്ലേ? അതായത് 180 ബിലോ എന്ന് പറയുമ്പോൾ 180നും 160നും ഇടയ്ക്കായിട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡി കാണണം. നമ്മൾ എന്ത് ചെയ്യും? ഡി കാണും. ഡി എങ്ങനെ കാണാം? ഇതിന് മുകളിൽ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 160 കുറയ്ക്കുക ബൈ. അതേപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും? 29ന്ന് 19 കുറച്ചാൽ 20/2, അതായത് 2 20/10. ഉത്തരമാണ് പറഞ്ഞു പോയത് കേട്ടോ. 2 ഡി 2 കിട്ടി. അപ്പോൾ 19ന് കൂടെ D/2 കൂട്ടണം 20. 20ാമത്തത് 20th കാണണമെങ്കിൽ 19th പ്ലസ് D/2 ചെയ്താൽ പോരെ. 19th വരെയുള്ള എത്രയാണ്? 160. അതിൻ്റെ കൂടെ D/2. ഡി എന്ന് പറഞ്ഞാൽ 2, അതിൻ്റെ ബൈ 2 1. അപ്പോൾ എത്ര കിട്ടി? 161. ഇതാണ് 20ാമത്തെ വീടിൻ്റെത്. 20th ഹൗസ് ഹോൾഡിൻ്റെ വരിക. 20ാമത്തെ വീടിൻ്റെ കിട്ടി. പിന്നെ ലാസ്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു, അവസാനത്തെ ചോദ്യം ഉണ്ടായിരുന്നു. എന്താ അവസാനത്തെ ചോദ്യം? 23ാമത്തത്. 23ാമത്തെ റേഞ്ച്, അതായത് മീഡിയൻ കൺസംഷൻ എത്രയാണ്? 23ാമത്തെ കാണുക. എന്ത് ചെയ്താൽ മതി? 23rd കാണാൻ 23ാമത്തത് കാണണമെങ്കിൽ 20ാമത്തതിൻ്റെ കൂടെ 3D കൂട്ടിയാൽ പോരെ. മതി. എത്ര കിട്ടി? 161 20 കിട്ടുക. 3D. ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 × 2 എത്ര കിട്ടി? 161ൻ്റെ കൂടെ 6 കൂട്ടുക. എത്ര കിട്ടി? 167. ഇതാണ് മീഡിയൻ കൺസംഷൻ. ഈസി അല്ലേ? ഓക്കെ ആണ്? യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം 3 ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് മാത്സിനെ പറ്റിയിട്ട് ഈസി ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ റെലവൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ് ഇത് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 3 മൊഡ്യൂളുകളായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് എല്ലാ ചാപ്റ്ററും എല്ലാ ക്വസ്റ്റ്യൻ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് ഇത്തരം മോഡൽ ക്വസ്റ്റ്യനുകൾ, ഇതേ ചോദ്യം വരുമെന്നല്ല പറഞ്ഞത്, ഇതേ മോഡൽ ക്വസ്റ്റ്യനുകൾ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. 2-3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ട് അത് അയക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.